നമ്മള് ഒരുമിച്ച് ഈ ദൈവകരുണയുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പാട്ട് പാടി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ പാട്ട് പാടാൻ വേണ്ടി ഞാൻ സ്നേഹ തോമസ് ക്ഷണിച്ചോളും. സ്നേഹ തോമസേ, ഈശോയുടെ ഉള്ളിലോട്ട് എല്ലാവർക്കും ഒരു സ്നേഹം നിറച്ചു കൊടുത്തോണ്ട് ഒരു പാട്ട് പാടാം. ഈശോയുടെ സ്നേഹം നിറച്ചു കൊടുത്ത് ദൈവകരുണയ്ക്ക് ഒരു കൊതിയൊക്കെ വരണം. കൊതിയൊക്കെ വരുന്ന പോലെ ഒരു ദൈവസ്നേഹത്തിന്റെ ഒരു പാട്ട് പാടി കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം. സ്നേഹ, പാട്ട് പാടാവേ. പാട്ട് പാടാൻ വേണ്ടി പോവാ. കരുണ ഇസിക്കൽ ടു സ്നേഹമാണല്ലോ, അപ്പൊ സ്നേഹത്തിന്റെ ഒരു പാട്ട് പാടാവേ. കരുണയുടെ പാട്ട് സ്നേഹ ഞാൻ തോമസ് ഇങ്ങനെ എല്ലാം പെട്ടെന്ന് അറിയാലോ അല്ലേ? സ്നേഹ തോമസിന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഗുഡ്നസ് ഷാലോം ടി വി എല്ലായിടത്തും പോയി അടിച്ചു നോക്കിയാണ്. സ്നേഹ തോമസിനെ കിട്ടും കേട്ടോ. പാട്ട് സ്നേഹ പാടാം, തോമസ് പാട്ട് പറഞ്ഞോ. പാടാം, പാട്ട് പാടാം. പാട്ട് പാടാൻ പോവാണേ. കരുണ ഇസിക്കൽ ടു ഈശോയുടെ കരുണ ഇസിക്കൽ ടു സ്നേഹമാണേ. അപ്പൊ നമുക്ക് സ്നേഹത്തിന്റെ ഒരു പാട്ട് പാടാം. അപ്പൊ എല്ലാരും കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ ഈശോ കൂടെ ഉണ്ടോന്ന് ഓർക്കണം കേട്ടോ. നമുക്ക് ഇപ്പൊ ഈ സമയം ഇങ്ങനെ ഈശോയെ സ്നേഹിക്കാമേ. സ്നേഹിക്കുന്ന ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാം. ഈശോ ശരിക്കും അടുത്തിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ഈശോയോട് നമ്മളിങ്ങനെ പാട്ട് പാടാൻ വേണ്ടി പോവുകയാണേ. ചിലപ്പോ എനിക്ക് ഈ പാട്ട് അങ്ങനെ കറക്റ്റായിട്ട് പാടാൻ അറിയത്തില്ല, പക്ഷെ ചിലപ്പോ തെറ്റിപ്പോയിരിക്കും. എന്നാലും നമുക്ക് പാടാം. തെറ്റിപ്പോവാണെങ്കിൽ ഈശോ ആണല്ലോ കൂടെ ഇരിക്കുന്നത്. പാടാവേ. കണ്ടു കൊതി തീർന്നില്ല, സ്നേഹിച്ചു മതിയായില്ല, വാത്സല്യമൂറിടുന്ന താതനു നമ്മയെല്ലാം. കണ്ടു കൊതി തീർന്നില്ല, സ്നേഹിച്ചു മതിയായില്ല, വാത്സല്യമൂറിടുന്ന താതനു നമ്മയെല്ലാം. സ്നേഹിച്ചിടുന്നു ദൈവം, യോഗ്യരല്ലെങ്കിലും നാം. അത്രയാഴമാർന്ന സ്നേഹം, ദൈവസ്നേഹം. സ്നേഹിച്ചിടുന്നു ദൈവം, യോഗ്യരല്ലെങ്കിലും നാം. അത്രയാഴമാർന്ന സ്നേഹം, ദൈവസ്നേഹം. കണ്ടു കൊതി തീർന്നില്ല, സ്നേഹിച്ചു മതിയായില്ല, വാത്സല്യമൂറിടുന്ന താതനു നമ്മയെല്ലാം. കണ്ണുറന്നു പാട്ട് കഴിഞ്ഞു, പാട്ട് കഴിഞ്ഞു. നമുക്കെല്ലാവരും നന്മ നിറഞ്ഞവരല്ലേ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ പരിശുദ്ധ മറിയമേ മറിയമേ തമ്പുരാന്റെയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യെസ്. അപ്പം പിന്നെ ഈ ഈശോയുടെ കരുണയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഞാനിങ്ങനെ ഒരു മെയിൻ കാര്യമേ നമ്മൾ, അതായത് നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പഞ്ചിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ പറയുമ്പോൾ എനിക്കിങ്ങനെ സ്നേഹനെ സ്പോട്ട്ലൈറ്റ് ആക്കാവും. എനിക്ക് സ്നേഹയോട് ഞാനിങ്ങനെ സ്നേഹയിൽ തുടങ്ങാൻ പോവാണ്. ഞാനിങ്ങനെ സ്നേഹയെ കാണുമ്പോൾ പലപ്പോഴും എനിക്കിങ്ങനെ അത്ഭുതം തോന്നാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്നാ ഇപ്പൊ ഈ സ്നേഹ ഏത് ഈശോയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സ്നേഹ ഇങ്ങനെ കരഞ്ഞു പോകാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പല തവണ സ്നേഹയോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ഈശോയോടുള്ള സ്നേഹം അങ്ങോട്ട്, അത് കർത്താവിന്റെ കരുണയെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ കരയാൻ പറ്റത്തുള്ളൂ. അതായത് ഈശോ എനിക്ക് വേണ്ടി കുരിശ് ചെയ്ത കാര്യം, ഈശോ എന്നെ സ്നേഹിക്കുന്ന കാര്യം എന്റെ ഹൃദയത്തിൽ തട്ടുമ്പോൾ മാത്രമേ എനിക്ക് കരച്ചിൽ വരുള്ളൂ. എനിക്ക് ഈശോനെ അങ്ങോട്ട് സ്നേഹം കൊണ്ട് നിറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മളെല്ലാവരും കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈശോയുടെ കരുണയെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു 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 വിഷമത്തോടെ അല്ലാതെ നമുക്ക് ഈശോയെ നോക്കാൻ പറ്റത്തില്ലേ? ഈ സമയത്ത് ഞാൻ ഇങ്ങനെ സ്നേഹയോട് ചോദിക്കുന്ന കാര്യമേ, സ്നേഹയ്ക്ക് എങ്ങനെയാണ് ഈശോയെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? ഈശോ എങ്ങനെയാണ് സ്നേഹനെ കൂടുതൽ കരുണ കാണിക്കുന്നു എന്ന് സ്നേഹയ്ക്ക് തോന്നാൻ കാര്യം എന്നാ? ഞാൻ ചോദിക്കുക, സ്നേഹയുടെ ആ സ്നേഹം ഒന്ന് പറയാമോ, ഈശോയുള്ള സ്നേഹത്തെ കുറിച്ച്? ഞാനുണ്ടല്ലോ, ഞാൻ ഇന്ന് രാവിലെ ഈ പള്ളി പോയപ്പോഴേ കരുണേനെ പറ്റി ഞാൻ പറയാം. എന്നാലും സ്നേഹത്തെ പറ്റി ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇന്ന് പള്ളി സ്നേഹമാണല്ലോ ഞാൻ കരുണ. ഇങ്ങനെ ആ ഞാനുണ്ടല്ലോ ഇന്ന് പള്ളിയിൽ പോയി കുർബാനയ്ക്ക് നിൽക്കുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ഓർക്കുവാണേ, ഇങ്ങനെ ഇങ്ങനെ അൾത്താര വിട്ട് ഇങ്ങനെ കുർബാന സ്വീകരണത്തിന്റെ സമയത്തേ അൾത്താര വിട്ട് അച്ഛൻ ഇങ്ങനെ എന്റെ ഈശോയെ ഇങ്ങനെ എടുത്തോണ്ട് വരും. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഈശോ ഇങ്ങനെ, അപ്പൊ അച്ഛൻ ഇങ്ങനെ കാപ്പിയൊക്കെ ഇട്ട് ഈശോയെ ഇങ്ങനെ കുസ്തുതിയിൽ കൈ പിടിച്ച അച്ഛൻ ഇങ്ങനെ എന്റെ അടുത്തോട്ട്, നമ്മളിങ്ങനെ ദൈവം അടുത്തുണ്ടെന്ന് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാത്തോണ്ടല്ലേ നമ്മളിപ്പോ പലപ്പോഴും ഇങ്ങനെ നമുക്കിങ്ങനെ ഭയങ്കര ലോൺലിനെസ്സും, എനിക്ക് ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എനിക്ക് എന്റെ കൂടെ ആരുമില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നതേ ദൈവം നമ്മുടെ അടുത്തുണ്ടെന്ന് നമുക്ക് അറിയാത്തോണ്ടല്ലേ. പക്ഷെ
സത്യമായിട്ടും ദൈവം നോക്കി, ദൈവം ഇങ്ങനെ ജീവിക്കുക. ഇങ്ങനെ എന്റെ അടുത്ത് കൂടെ അച്ഛൻ ഇങ്ങനെ നടന്നു പോകുമ്പോ കാപ്പ ഇങ്ങനെ എന്റെ ഇങ്ങനെ തട്ടി ഇങ്ങനെ പോവുകയാണെ. അപ്പൊ നോക്കി ഈശോ നടന്നു പോകും എന്റെ അടുത്ത് കൂടെ. അപ്പത്തേനും ഞാൻ ഇങ്ങനെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ശരിക്കും ദൈവം ഇങ്ങനെ ജീവിക്കുക, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുക അല്ലെ. ശരിക്കും സത്യമായിട്ടും ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുള്ള. പിന്നെ എങ്ങനെ ദൈവത്തെ ഇങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെ. പിന്നെ ഈശോയുടെ കരുണ, പിന്നെ ദൈവകരുണയാണല്ലോ നമ്മുടെ ടോപ്പിക്ക്. ദൈവകരുണയെ പറ്റി പറയാൻ വേണ്ടി ഞാനിപ്പോ ഈ അടുത്ത് ഇപ്പൊ നമ്മളിങ്ങനെ ഡിവൈൻ മേഴ്സി സെലിബ്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഞാനിങ്ങനെ ഇപ്പൊ വായിക്കാൻ തുടങ്ങിയ ഒരു ബുക്കാ നമ്മുടെ എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവകരുണ എന്ന് പറഞ്ഞിട്ട്. ഈ ബുക്ക് ഭയങ്കര സെറ്റപ്പ് ആണ്. ഈ ബുക്ക് എല്ലാവരും വായിക്കണം. ഇത് ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയാ. അപ്പൊ ഈ ബുക്കിൽ ഞാനിങ്ങനെ കുഞ്ഞു കാര്യം പറയും. ഇതിപ്പോ പറയുമ്പോഴത്തേനും ചിലപ്പോ ഇത് എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത്, കുഞ്ഞു കാര്യം, ഇത് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊക്കെ ഓർക്കുക. പക്ഷെ ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്നാണെന്നറിയാവോ, ഈ ബുക്ക് ഭയങ്കരമായത് എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവകരുണ എന്നാണ് പറയുന്നത്. ഫൗസ്റ്റീനാമ്മയുടെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവകരുണ എന്ന് പറയുന്നത്. പക്ഷെ ഈ ബുക്ക് വായിക്കുമ്പോൾ എന്റെ ദൈവമേ, ഈ ഒരു പുഴ പോലെയാ. ആദ്യം ഫൗസ്റ്റീനാമ്മയിലേക്ക് ഇങ്ങനെ ഒഴുകി സത്യമായിട്ടോ നമ്മുടെ ഹൃദയത്തെ തൊടും. നമ്മളിതിങ്ങനെ ഞാൻ കേട്ടു കുറെ പേര് പറയുന്നത് സത്യമാ. നമ്മളിതിങ്ങനെ വായിച്ചിങ്ങനെ അന്തഹാളിച്ചിരുന്നു. എന്റെ ദൈവമേ, ഇങ്ങനെ കരുണ, ഇങ്ങനെ സ്നേഹം, ഇങ്ങനെ നമ്മൾ അതിനൊന്നും അല്ലല്ലോ. ഇത് അർഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ അതിന് അർഹിക്കുന്നതേ ഇല്ല. എന്നിട്ട് ഇങ്ങനെ സ്നേഹിക്കുന്നതേ. ഓരോ കാര്യം വായിച്ചു എന്നതാ ഈ പറയുന്നതെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അന്താളിച്ചിരുന്നുവേ. എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത് വളരെ കുഞ്ഞു കാര്യം, പക്ഷെ എനിക്ക് ചെറുത് എന്തായാലും മതി, ഞാനിങ്ങനെ അന്താളിച്ചിരുന്നുവേ. അപ്പൊ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്നാന്നറിയാവോ, ഈ ബുക്ക് ഞാൻ വായിച്ചപ്പോഴേ പാരഗ്രാഫ് ഒക്കെ ഞാൻ മറന്നുപോയേ. അത് എന്നിട്ട് ഇത് ബുക്ക് വായിച്ചപ്പോ ഞാൻ ഇങ്ങനെ കാണുക, ഈശോ ഇങ്ങനെ ഫൗസ്റ്റീനാമ്മയോട് സംസാരിക്കുവാണല്ലോ. അപ്പൊ ഇങ്ങനെ ഈശോ ഫൗസ്റ്റീനാമ്മയോട് സംസാരിക്കുമ്പോ ഫൗസ്റ്റീനാമ്മേനെ വിളിക്കുക എന്റെ ഹൃദയത്തിന്റെ മുത്തേന്ന്. ഈ ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ ഈശോ വിളിക്കുക, എന്റെ ഹൃദയത്തിന്റെ മുത്തേന്ന് വിളിച്ച് ഇങ്ങനെ ഈശോ സംസാരിക്കുവാണേ. അപ്പൊ ഞാൻ ഇത് വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ഞാൻ ഇങ്ങനെ ഓർക്കുവാണേ. ശരിക്കും ഞാൻ ഇങ്ങനെ ഓർക്കുമ്പം എന്റെ വീട്ടിൽ എന്നെ വീട്ടിൽ നിന്ന് എന്റെ പപ്പയമ്മ പോലും ഇങ്ങനെ മുത്തേ ഒന്നും സംസാരിക്കാറില്ല. അപ്പൊ നോക്കും ഈശോ ഇങ്ങനെ, ദൈവമേ, ഈശോ ഇങ്ങനെ വിളിക്കുവാന്നേ. അപ്പൊ എന്നെ ഒരു സ്നേഹമാന്ന് ഓർത്ത് നോക്കണേ. ഇങ്ങനെ ഈശോയ്ക്ക് ഇപ്പൊ നമുക്കൊന്ന് ഓർക്കാം, ഇങ്ങനെ ഈശോയ്ക്ക് വേണേ ഇങ്ങനെ വിളിച്ചാൽ മതി, എന്റെ മകനെ ഇങ്ങ് നോക്കൂ, ഇങ്ങോട്ട് വരൂ, മകളെ മടങ്ങി വരൂ, അങ്ങനെയൊക്കെ ഈശോയ്ക്ക് പറഞ്ഞാൽ മതി. പക്ഷെ ഈശോ എന്നതാന്നേ ഇത്, മുത്തേ, എന്റെ ഹൃദയത്തിന്റെ മുത്തേന്ന് വിളിക്കുന്നേ. എന്റെ കയ്യിലിരിക്കുന്നത് അങ്ങനെയൊന്നും ഒരു ഹൃദയത്തേല കയറ്റി വെച്ചിരിക്കുന്നത്. എന്നെ ഒരു സ്നേഹമല്ല ഈശോ സ്നേഹിക്കുന്നേ. എന്തൊരു കരുണ ഈശോ ദൈവം നമ്മളോട് കാണിക്കുന്നേ. നമ്മളാണെങ്കിൽ ഓരോ നിമിഷം പാപം ചെയ്ത് ഇങ്ങനെ വീണ് പോവാലേ. പക്ഷെ ഈശോ ഇങ്ങനെ ഓരോ നിമിഷം ഇങ്ങനെ കരുണയിലേക്ക് വാ, എന്റെ കരുണയിലേക്ക് തിരിഞ്ഞു നോക്ക് നീ എന്നെ. ഞാനിത് ഇവിടെ രണ്ട് കൈയും വിരിച്ചു പിടിച്ചതേ ഇങ്ങനെ ഈശോ നിൽക്കുവാന്ന് ഈശോ ഇങ്ങനെ കാണിച്ചത്. എന്നെ ഒരു കരുണയാലേ. ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം അതാട്ടോ. എല്ലാവരും ഈ ബുക്ക് വായിക്കണേ. ഓക്കെ, എനിക്ക് പറയാം. ദൈവകരുണയുടെ ഈ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടേ നമ്മൾ ഈ ധ്യാനം കഴിഞ്ഞിട്ടുള്ള 31 ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അരമണിക്കൂർ വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. അരമണിക്കൂർ വെച്ച് ഫൗസ്റ്റീന ഡയറിയുടെ പല പല പോർഷൻസ് ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പോർഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് പോർഷൻസ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഓരോരുത്തർക്കും ഓരോ പോർഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവർ ഈ പോർഷൻസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കണമല്ലോ, ധ്യാനം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ വെച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവമാണ്. ഈ ഡയറിയുടെ ചില ഭാഗങ്ങൾ ഞങ്ങൾ കിട്ടുവാണ്, ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ പോർഷൻസ്. അപ്പൊ ഞങ്ങൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് ഭയങ്കര അനുഭവം. കാരണം നമ്മളിങ്ങനെ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ വരുക. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു തരാൻ പോവാണല്ലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, നിങ്ങൾ എല്ലാവരും വായിക്കും, ഞങ്ങൾ ഒന്നുകൂടെ അത് പറഞ്ഞു തരും. ഈ ധ്യാനം കഴിഞ്ഞിട്ടുള്ള 21 ദിവസങ്ങളിൽ 30 ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഡയറിയുടെ ഓരോ ഭാഗങ്ങൾ പറഞ്ഞു തരുവാണ്. ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് ഇങ്ങനെ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അഭിഷേകമുള്ള കാര്യമാണ്. അതിങ്ങനെ ഈശോ ആഗ്രഹിക്കുന്ന, അതാണ് നമ്മളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പല പല ഭാഗങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് ഈശോയോട് ഇങ്ങനെ ഭീകരമായ സ്നേഹം ഞങ്ങൾക്ക് തോന്നിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും, ഈ വായിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ദിവസങ്ങളിൽ ഇത് പറഞ്ഞു തരുന്ന സമയത്ത് ഇത് കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാവുന്ന സന്തോഷം എന്തായിരിക്കും, ഇത് വായിക്കാൻ പോകുന്ന നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും എന്നൊരു കാര്യമേ. അതിലോട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ പ്രയർ മീറ്റിംഗ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ആഗ്രഹം തോന്നണം, ഈ ഒരു ബുക്ക് എടുത്ത് തിന്നാൻ വേണ്ടി ആഗ്രഹം തോന്നണം. ഈ ബുക്ക് എടുത്ത് ധ്യാനത്തിന് മുമ്പ് തന്നെ ഈ ബുക്ക് വായിച്ച് തീർക്കാൻ തോന്നണം. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പം എലീന ഈ ബുക്ക് വായിച്ചോണ്ട് എലീനക്ക് എന്താ തോന്നിയേ?
എനിക്ക് സ്നേഹ പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കര ഒരു ബുക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറെ നാൾ മുമ്പ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇതിന്റെ കവറൊക്കെ പോയി. അപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ വായിച്ചിട്ടൊന്നും അല്ല. ഇത്രയും വർഷം ഇത് എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കും. ഇതിനകത്ത് ഈശോ പറയുന്ന കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് എഴുതുവാണ്, കറക്റ്റിലാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ തുറന്ന് ഈശോ എന്തെങ്കിലും പറയുന്ന ലൈൻ ഉണ്ട് അത് മാത്രം നോക്കും, അങ്ങനെയൊക്കെയാ. ഇപ്പൊ ഇത് ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പൊ എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് ഓർത്തു, നമ്മളിപ്പം ഈശോയുടെ അടുത്ത് നമ്മൾ പറയാം, ഓക്കെ ഇനി ഞാൻ എന്റെ അരിശം കൺട്രോൾ ചെയ്യും, ദേഷ്യം കൺട്രോൾ ചെയ്യും. പക്ഷെ ഞാൻ എപ്പോ അത് ചിന്തിക്കുന്നോ അടുത്ത ഡേ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഞാൻ പിന്നെ അതിൽ വീഴുമോ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ബ്ലോക്ക്, ഇങ്ങനെ ഈശോയുടെ അടുത്ത് ഇരിക്കാനോ ഒരു കുറ്റബോധമൊക്കെ തോന്നുമല്ലോ. അപ്പൊ നമ്മൾ സാധാരണ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് നമുക്കറിയാലോ, ഒരു ഫൈറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ പേരൻസിന്റെ അടുത്തോ പിള്ളേരുടെ അടുത്തോ അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ പിന്നെ നോർമൽ അല്ല, പിന്നെ നമ്മൾ അവരെ കണ്ട് എന്തെങ്കിലും സോറി ഒക്കെ പറഞ്ഞ അങ്ങനെയാ. പക്ഷെ ഈ ബുക്ക് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈശോ പറയുന്ന ഓരോ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 99 ടൈംസ് ഞാൻ വീണെന്ന് ഓർത്തു. 100th ടൈം ഞാൻ എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ ഈശോയെ നോക്കുമ്പോഴത്തേക്കും, ഞാൻ ഫസ്റ്റ് ടൈം ഈശോനെ എങ്ങനെയാണ് ഈശോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ഈശോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈശോയ്ക്ക് അതൊന്നും നടന്ന പോലെ പോലും അല്ല. അപ്പൊ അത് നമുക്ക് അപ്പൊ എനിക്ക് പിന്നെ ഞാൻ ഇങ്ങനെ വീണ് പോകുമ്പോ എന്റെ കുറ്റബോധമൊക്കെ മാറിയിട്ട് ഒരു ആശ്വാസം വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം പാപം ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല കേട്ടോ, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും, മനുഷ്യനാണല്ലോ. പക്ഷെ നമുക്ക് കഴിയുമ്പത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പൊ ഉടനെ എനിക്ക് എപ്പോഴും ഈ ബുക്കിനകത്ത് ഓരോ സാധനങ്ങൾ ഈശോ ഇങ്ങനെ പറയുന്ന, ലൈക്ക് ഗ്രേറ്റർ ദ സിന്നർ ദ ഗ്രേറ്റർ റൈറ്റ് ഹി ഹാസ് ടു മൈ മേഴ്സി എന്നാണ് ഈശോ പറയുന്നത്. എത്രത്തോളം വലിയ പാപിയാണോ അത്രത്തോളം എന്റെ കരുണയ്ക്ക് റൈറ്റ് എന്ന് പറയാം, അവകാശം ഉണ്ടെന്നാണ് ഈശോ പറയുന്നത്. അപ്പത്തേനും എനിക്ക് ഭയങ്കര ഓ ഞാൻ ഭയങ്കര പാപി ഈശോ. അപ്പൊ ഈശോ അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ബുക്കിൽ ഫുള്ള്. ഈശോ പറയുന്നത് നമുക്ക് റോമൻ 8 വചനമുണ്ടല്ലോ, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെ നമ്മെ വേർപെടുത്തും. വചനം കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഈശോ അതിങ്ങനെ എന്താ പറയാ, ഈശോ പറയും, അതായത് ഞാനായിട്ട് ഡിസൈഡ് ചെയ്യുമെന്ന് ഓർത്തു. യേശു ക്രിസ്തു എന്ന വ്യക്തി എനിക്ക് വേണ്ട എന്ന് ഞാനായിട്ട് പറയാത്തിടത്തോളം കാലം ഒരു സാധനത്തിനോ എത്ര എത്ര വൃത്തികെട്ടവരാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഈശോയെ നമുക്ക് കിട്ടാതെ പോകത്തില്ല. അതാണ് ഈ ഫുൾ ഡയറിയിൽ ഈശോ പറയുന്നത്. നിനക്ക് എന്നെ കിട്ടാതെയോ എനിക്ക് നിന്നെ കിട്ടാതെയോ പോകത്തില്ല, ആസ് ലോങ് ആസ് നീ ആയിട്ട് ഡിസൈഡ് ചെയ്യണം എനിക്ക് ഈശോയെ വേണ്ട എന്നുള്ളൊരു സാധനം. അപ്പൊ എനിക്കത് ഭയങ്കര ആശ്വാസം. ഞാൻ എപ്പോഴും ഇങ്ങനെ വീഴുന്ന ആളാ. അപ്പൊ അടുത്ത സെക്കൻഡ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഈശോ എന്റെ മുറിയിലെ എല്ലാ റൂമിലെയും ഡോറിൽ കരുണയുടെ പടം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പടത്തിൽ നോക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഈശോ ഉണ്ട്. അപ്പൊ അതൊരു സാധനവും. പിന്നെ വേറൊരു സാധനം ഇതിനകത്ത് ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സാധനമാണ്, ഫൗസ്റ്റീനാമ ഈശോയും തമ്മിലുള്ള ബന്ധം. ഇപ്പൊ സ്നേഹ പറഞ്ഞ പോലെ അവര് തമ്മിൽ ഭയങ്കര ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര നമ്മൾ ശരിക്കും ഈ ലവേഴ്സിനെ കാണാം, അങ്ങനെ തന്നെയാണ് നമ്മൾ ആ പുസ്തകം വായിക്കുന്നത് മനസ്സിലാവും. അപ്പൊ അത് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര അസൂയൊക്കെ ആദ്യം തോന്നി ഫൗസ്റ്റീനാമയോട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത് എനിക്കും അങ്ങനെ ആവണം, ഒത്തിരി ദൂരം പോകാനുണ്ട്. പക്ഷെ ഈശോ അതിനകത്ത് പറയുന്ന സാധനമുണ്ട്, അങ്ങനെ ആവാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റും. ഈശോ തന്നെ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ സഹനം കാഴ്ചവെക്കുന്നതും. അപ്പൊ ഒരു കുഞ്ഞ് ഇൻസിഡന്റ് മാത്രമേ ഞാൻ പറയാം. ഇപ്പൊ ഫൗസ്റ്റീനാമ്മ അവരുടെ മഠത്തിൽ എല്ലാ വർഷവും അവർക്കൊരു പേട്രനെ തെരഞ്ഞെടുക്കണം ചിറ്റിട്ടെടുത്ത്. അപ്പം ഇപ്പൊ ചില വിശുദ്ധരെ കിട്ടും, അല്ലെ ഈശോയെ കിട്ടും, അങ്ങനെയൊക്കെ. അപ്പം ഫൗസ്റ്റീനാമയ്ക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത് ദിവ്യകാരുണ്യ ഈശോയെ. അപ്പൊ ഫൗസ്റ്റീനാമ പറയുക, ഞാൻ എല്ലാ കാര്യം ഫൗസ്റ്റീനാമ ഈശോയുടെ ഹിതം അനുസരിച്ചേ ചെയ്യത്തുള്ളൂ. അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഈശോ പറയുന്നത്. ഈശോയായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതുപോലെ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ സ്നേഹിച്ചിരിക്കത്തില്ല. അതിന്റെ ഫസ്റ്റ് ഒരു സാധനമാണ് ഈശോയുടെ എന്ത് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടോ അത് മാത്രം ചെയ്താൽ മതി. അപ്പം ഫൗസ്റ്റീനാമ എന്നാ ചെയ്തു, ഇത് ഈശോയോട് പറഞ്ഞു പോലുമില്ല. ഇത് ഫൗസ്റ്റീനാമ എഴുതി വെച്ചേക്കുക, ഈശോയ്ക്ക് എല്ലാം അറിയാം, എന്നാലും ഞാൻ എന്റെ ബിലവഡിനോട് ഞാനത് പറഞ്ഞില്ല, അത് ഒഴിച്ച് ബാക്കി എല്ലാം പറഞ്ഞു. എന്നിട്ട് ഇവർ ചിട്ടെടുക്കാൻ പോയപ്പോഴത്തേക്കും ഫൗസ്റ്റീനാമയ്ക്ക് ചിറ്റ് കിട്ടി. എന്നിട്ട് ഈ ഫൗസ്റ്റീനാമ ഒരു കുഞ്ഞ് കാഴ്ച പോലെ ആ ചിറ്റ് അപ്പൊ തുറന്നു നോക്കിയില്ല. അതായത് ഫൗസ്റ്റീനാമയ്ക്ക് അപ്പൊ തുറന്നു നോക്കണം പെട്ടെന്ന് ആരെയാ കിട്ടിയെന്ന്. പക്ഷെ ഫൗസ്റ്റീനാമ അത് കാഴ്ച വെച്ചു, ആ തുറന്നു നോക്കാതിരിക്കുന്ന കുറച്ച് സെക്കൻഡ്. അപ്പൊ ഞാൻ ഓർത്തു, ഇതൊക്കെ ഒരു കാഴ്ചയാണോ, അങ്ങനെ ഞാൻ ആദ്യം ചിന്തിച്ചേ. പക്ഷെ അപ്പൊ ഈശോ തന്നെ ഫൗസ്റ്റീനാമയോട് പറഞ്ഞു, നീ പേപ്പർ തുറന്നു നോക്കുക ആരെയാ കിട്ടിയെന്ന്, നിനക്ക് എന്നെ തന്നെയാ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ തുറന്നു നോക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോനെ പിന്നെയും കിട്ടി. അപ്പൊ ഫൗസ്റ്റീനാമ ഇത് പറഞ്ഞു വെച്ച കോണ്ടെക്സ്റ്റ് നമ്മുടെ കുഞ്ഞു കാര്യങ്ങൾ പോലെ ഈശോ കാണുന്നുണ്ടല്ലോ, ആ ഒരു സാധനത്തിലാണ്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഫൗസ്റ്റീനാമനെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ മഠത്തിലുള്ള എല്ലാവരും, ഞാനിത് വായിച്ചപ്പോഴായിരുന്നു എല്ലാവർക്കും ഒരുമാതിരി പുച്ഛം എന്ന് പറഞ്ഞാൽ എപ്പോഴും അസുഖമായിരുന്നു. പക്ഷെ ഡോക്ടർ ഒന്ന് നോക്കുമ്പോൾ അങ്ങനെ സ്ഥിരീകരിക്കൊന്നുമില്ല. അപ്പൊ എല്ലാവരും, ഓ ഈ സിസ്റ്റർ ചുമ്മാ അഭിനയിക്കുക അങ്ങനെ ഇങ്ങനെ. അവർക്ക് ആർക്കും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഫൗസ്റ്റീനാമയുടെ ജോലി ഗേറ്റ് തുറക്കുമ്പോൾ അവിടെ വന്ന് നിൽക്കുക, അങ്ങനെ. ഇപ്പൊ പുറമേ നോക്കി ആരും അങ്ങനെ ചിന്തിക്കത്ത് പോലും ഇല്ല.
പോകത്തില്ല. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയാണ് ഈശോ ഇതുപോലെ ഇങ്ങനെ ഭയങ്കര ബന്ധത്തിൽ ഇങ്ങനെ സ്നേഹിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണ്ട്. അപ്പൊ അതാ ഞാനും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബുക്ക് വായിച്ച് ഇങ്ങനെ ഇരിക്കുക. ഈ ബുക്ക് ഇങ്ങനെ നിങ്ങൾ ബുക്ക് നെയിം ബുക്ക് ഇപ്പൊ എവിടെ കിട്ടും? മലയാളം കിട്ടുമോ, ഇംഗ്ലീഷ് കിട്ടുമോ, PDF കിട്ടുമോ? എങ്ങനെ ചാറ്റ് ബോക്സ് കിട്ടേണ്ട കാര്യമില്ല. ബുക്ക് ആത്മരക്ഷ ആപ്പിനകത്ത് നിങ്ങൾ ഇതേപോലെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആത്മരക്ഷ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആത്മരക്ഷ ആപ്പിനകത്ത് ഈ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് നിങ്ങൾ കാത്തലിക്കൻസിൽ ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഒരു പോയിന്റ് അതല്ല കേട്ടോ. നമ്മുടെ ബുക്ക് നിങ്ങൾ എന്താണെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റും. ഞാനൊക്കെ ആപ്പിൽ കൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഈ ഒരു കാര്യം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കണേ. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കണം. നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ബുക്കിലെ ഓരോരോ ഭാഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിങ്ങനെ പറയും. ധ്യാനം നിങ്ങൾ കൂടി കഴിയുമ്പം നിങ്ങൾക്ക് ഭയങ്കരമായ ആഗ്രഹം വരും. ഈ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് കൊതി ആഗ്രഹം വരും. നിങ്ങൾ അങ്ങ് നിറയും. പിന്നെയുള്ള ദിവസങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ വരുക, ഫ്ലോ ആയിട്ട് വരിക. ഉറപ്പായിട്ടും ഞാൻ ഇതിന് ഉത്സവം എന്ന് വിളിക്കാൻ കാര്യം അതാണ്. ഇതൊരു കരുണയുടെ അതായത് ഈ ഒരു ദിവസം ഫൗസ്റ്റിന വെറുതെ ഇരിക്കുമായിരുന്നുള്ളൂ. ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈശോ അങ്ങോട്ട് ഫൗസ്റ്റിനയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഫൗസ്റ്റിനയ്ക്ക് ഈശോ ഈ കരുണയുടെ ഛായാചിത്രം കാണിച്ചു കൊടുക്കുന്നു. ഇത് നീ വരയ്ക്കണം എന്ന് പറയുന്നു. ലോകം മുഴുവൻ ഈശോയുടെ കരുണ അറിയിക്കണം എന്ന് പറയുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കർത്താവ് പറയുവാണല്ലോ ഫൗസ്റ്റിനോടെ. ഇതിപ്പോഴും എല്ലാവരും ഇത് നമ്മുടെ അച്ഛന്റെ പ്രീച്ചേഴ്സ് ഓഫ് അട്ടപ്പാടി അച്ഛന്റെ സേവർക്കാനച്ഛൻ പ്രീച്ചർ ഡിവൈൻ മേഴ്സി, കരുണയുടെ പ്രവാചകർ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. കരുണയെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ലോകത്തിലുണ്ടാകുന്നു. ഞാൻ ഒരു കാര്യം എല്ലാവരും പറയാതെ, ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും പറയുന്നു ഇതൊരു 2029-30 ഈ സമയം ഭയങ്കര ക്രൂഷ്യ സമയമാണ്. ക്രൂഷ്യ സമയം എന്ന് പറഞ്ഞാൽ ഈശോയുടെ മഹാജൂബിലിയുടെ സമയമാണിത്. ഈശോയുടെ പീഡാനുഭവത്തിന്റെ 2000 വർഷം, ഈശോയുടെ മാമോദിസയുടെ 2000 വർഷം, ഈശോയുടെ എല്ലാ കാര്യങ്ങളും 2000 വർഷമാണ് ഈ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. 2000 വർഷത്തെ സെലിബ്രേഷൻ പോയിക്കൊണ്ടിരിക്കുക. ജൂബിലിയറാണ് ഈ വർഷങ്ങളൊക്കെ. ഭയങ്കര പ്രഷ്യസ് വർഷങ്ങളാണ്, പ്രഷ്യസ്. ഈ ഒരു സമയത്ത് നമ്മൾ കർത്താവിന്റെ കരുണയെക്കുറിച്ച് അറിയാൻ വേണ്ടി കൊതിക്കണം. കാരണം ഈ കരുണയ്ക്കൊരു വിഷയമുണ്ട്. കരുണ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീതിയാണ്. കരുണ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീതിയാണ്. കരുണയുടെ ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നീതിയാണ്. കരുണയുടെ സമയം അറിയാൻ വേണ്ടി ഒരു സമയം വരെ ഉണ്ട്. എന്ന് വരെ നമുക്ക് അറിയത്തില്ല. അത്രയും നാള് ഈ കരുണ ഇങ്ങനെ ഈശോ ഇങ്ങനെ എല്ലാവരും എല്ലാ മനുഷ്യരും ഞാൻ ഈ കരുണ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. അതായത് ഡയറിക്കകത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് വലിയ വിശുദ്ധയാകാൻ സാധിക്കും. ദൈവത്തിന്റെ കൃപ അത്ര ശക്തമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ എതിർക്കാതിരുന്നാൽ മാത്രം മതി എന്നാ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് വിശുദ്ധിയാകാൻ പറ്റും. നമുക്ക് ഈ ഈശോയുടെ കരുണയെക്കുറിച്ച് അറിയാനും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് അറിയാനും നമുക്ക് ഇപ്പൊ പറ്റും. നമുക്ക് തുറന്നു തരുന്ന ഡോറുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കരുണയുടെ ധ്യാനം നടത്തുന്നു, ഇങ്ങനെ ഒരു ബുക്ക്, ഇതൊക്കെ നമ്മൾ ആക്സസ് ചെയ്യണം. ആക്സസ് ചെയ്ത് കഴിയുമ്പോൾ ഈ കരുണയിലേക്ക് നമുക്ക് ഇങ്ങനെ എത്താൻ പറ്റും. അതുകൊണ്ട് അത് നമ്മൾ തടയരുത്. ഇത് ഈശോ ഈ കരുണയെക്കുറിച്ച് ലോകം മുഴുവനും കർത്താവിന്റെ കരുണയെക്കുറിച്ച് അറിയാൻ വേണ്ടി ഈശോ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയങ്ങളെ. അതുകൊണ്ട് ഭയങ്കര ആഗ്രഹത്തോടെ ഈ ചുമ്മാ നിങ്ങൾ ചില ആൾക്കാർക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നു. ചില ആൾക്കാർക്ക് നമുക്ക് ചിലപ്പോൾ അത്ര സ്നേഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും. നമ്മൾ ഇവരെങ്ങനെ ഈശോ ഇത്ര സ്നേഹിക്കുന്നേ? ചില ആൾക്കാർ ഇവരെങ്ങനെ ഇത്ര സ്നേഹിക്കുന്നേ? നമുക്ക് അത്ര പറ്റുന്നില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് അത്ര സ്നേഹം ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമുക്കറിയാം എനിക്ക് അത്ര സ്നേഹമില്ല. എന്തുകൊണ്ടാണ് എനിക്ക് അത്ര സ്നേഹം ഇല്ലാത്ത? നമ്മൾ ചിന്തിക്കണേ. ചിലപ്പോൾ ചില കാര്യം വിട്ടുകൊടുക്കാൻ കാണുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചില കാര്യം പിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് വിട്ടുകൊടുക്കണം. ഈ ധ്യാനമൊക്കെ കൂടി അല്ലെ ഈ ഒരു കാര്യം നമ്മൾ ഈ പ്രോസസ്സൊക്കെ കടന്നു പോയി കഴിയുമ്പം നിങ്ങൾക്കത് പറ്റും. കർത്താവിന്റെ കരുണ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അൽഫോൻസെ, ഈ കർത്താവിന്റെ കരുണ ആക്സസ് ചെയ്യുന്ന കാര്യം ഞാൻ പറയുമ്പോൾ അൽഫോൻസയ്ക്ക് എന്നാ തോന്നുന്നത്? ഈ കർത്താവിന്റെ കരുണ അൽഫോൻസയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ആക്സസ് ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ജീവിതത്തിൽ നടന്നൊരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം കേട്ടോ. അതായത് എൻ്റെ ഒരു കൂട്ടുകാരി ഒരിക്കലും എന്നോട് ഇങ്ങനെ ഒരു ആത്മാവിനെ രക്ഷിച്ച കഥയെക്കുറിച്ച് പറഞ്ഞാ. അപ്പൊ അവൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഈശോ ഒരു കുഞ്ഞിങ്ങനെ ഒരു ദർശനം കാണിച്ചു കൊടുക്കുക. ഈശോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെ. ഈശോ പറഞ്ഞു, നീ നിന്റെ കൂട്ടത്തിലുള്ള വേറൊരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഈ ആത്മാവിന് വേണ്ടിയിട്ട് നീ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം അവളുടെ കൂട്ടത്തിൽ 5-6 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടേ. പക്ഷെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇവള് ഇത് വിഷം കിട്ടിയപ്പോൾ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവള് സമ്മതിക്കുന്നില്ല. കൂട്ടുകാരും സമ്മതിക്കുന്നില്ല. ഇത് നിന്റെ തോന്നില്ല. കാരണം മറ്റേ കൊച്ചിനെ കണ്ട അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നേ പറയത്തില്ല. പക്ഷെ ആൾ ഈശോയെ എങ്ങനെ വിളിക്കുന്നു, മറ്റേ കൊച്ചി ആൾ ഈശോയെ എങ്ങനെ വിളിക്കുന്നു. അങ്ങനെ ഒരു കാര്യമായിട്ട് ഇങ്ങനെ ഈശോയായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തൊരു കൊച്ചാണേ. എന്നിട്ട് ഈ കൊച്ചി ഇങ്ങനെ വിഷം എന്നിട്ട് ഇവള് ഇങ്ങനെ പറയുന്നവരോട് ആരും ഇവള് വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവള് ഒരു സിസ്റ്ററിനോടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവളെ എല്ലാവരും ഇങ്ങനെ കളിയാക്കി. പക്ഷെ ഇവൾ എന്ത് ചെയ്തു? ഇവള് വിട്ടുകൊടുക്കാതെ ഈ കൊച്ചിന് വേണ്ടിയിട്ട് ഏതായാലും പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പം ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, കറക്റ്റ് പ്രാർത്ഥിച്ച് 1 വർഷം തികയുന്നതിന് മുന്നേ ഈ കൊച്ച്, അത് ഈ വിഷനി കാണിച്ച കൊച്ച് ഇവളുടെ കൂടത്തിൽ തന്നെ ഉള്ള ഒരു കൊച്ചാ. ആ കൊച്ചു വന്നിട്ട് ഇവളോട് പറയാ, 1 മാസത്തോളം 1.5 മാസത്തോളം ഈ കൊച്ച് ആബ്സെന്റ് ആയി.
കോളേജിൽ. അപ്പോഴത്തേനും ഇവള് വന്ന് അന്ന് എന്നിട്ട് 1.5 മാസം കഴിഞ്ഞാൽ ഈ കൊച്ചു കോളേജിലോട്ട് വരുന്നത്. അപ്പൊ ഈ കൊച്ചു ഫസ്റ്റ് ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുമ്പം മറ്റേ കൊച്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നും അവളുടെ അടുത്ത് പോയിരിക്കുക, അവളെ ചേർത്ത് പിടിക്കുന്ന. അപ്പോഴത്തേനും മിസ് അവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക ആ കൊച്ചിനോട് പറഞ്ഞേ. അപ്പം മിസ്സിനോട് അവൾ ഇങ്ങനെ അനുവാദം ചോദിച്ചിട്ട് അവൾ ആ കൊച്ചിന്റെ അടുത്ത് പോയി ചേർത്ത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേന് ഈ കൊച്ചിന്റെ കണ്ണീന്ന് അവൾ ഒന്നും മിണ്ടിയിട്ടില്ല. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം വലിയ ബന്ധങ്ങളില്ല. പക്ഷെ ചേർത്ത് പിടിക്കുമ്പോഴത്തേന് ഈശോ ഇങ്ങനെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ കൊച്ചിന്റെ കണ്ണീന്ന് കുടുകുടാന്ന് വെള്ളം വരിക. ക്ലാസ് എടുത്തോണ്ടിരിക്കുമെന്ന് ഓർക്കണം. എന്നിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ കൊച്ചിങ്ങനെ ചോദിക്കുക എന്നാ പറ്റിയെന്ന്. ഈ പണ്ട് വിഷം കിട്ടിയ കൊച്ച് ഇങ്ങനെ ഈ കൊച്ചിനോട് ചോദിക്കുക എന്നാ പറ്റി, നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പം അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ 1.5 മാസമായിട്ട് സൂയിസൈഡിന് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ എന്റെ ജീവൻ പോയില്ലാന്ന്. അപ്പോഴത്തേനും അവൾ ഇത് എന്നോട് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഞാനിപ്പോ ഈ കരുണയുടെ പുസ്തകം വായിക്കണ്ട, അപ്പൊ എനിക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഒരാത്മാവിനെ ഈശോ എത്രത്തോളം എന്ന് വെച്ചാൽ എത്രത്തോളം ഈശോയുടെ സ്നേഹം കൊണ്ട് ഒരാത്മാവ് പോലും നശിച്ചു പോകാതെ ഈശോയുടെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞൊടിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വിനോദച്ചന്റെ ഒക്കെ ടോക്ക് ഞാൻ കേട്ടാണ്. നമ്മൾ ഈശോയെ തേടുന്നതിന് മുമ്പോട്ടല്ലോ ഈശോ നമ്മളെ തേടിയിട്ടുണ്ട്. ഈശോയെ തിരയുന്നതിന് മുമ്പ് നമ്മളെ ഈശോ തിരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈശോയെ കാണുന്നതിന് മുമ്പ് നമ്മളെ ഈശോ കണ്ടിട്ടുണ്ട്. അത് ആ ഒരു കരുണയുടെ ഒരു അനുഭവം. എനിക്കത് ഇപ്പോഴും പറയുമ്പോൾ എനിക്കറിയത്തില്ല ഈശോയുടെ കരുണയെ കുറിച്ച് എങ്ങനെ ഇത് പറയുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ശരിക്കും ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞവർക്ക് ആ കരുണ ചൊരിയുന്ന ആ സ്നേഹം, ആ ചൊരിയുന്ന ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, അത് നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിക്കുന്നവർക്കാണ് അത് ഈശോ അത് അനുഭവിക്കാൻ എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് അതിന്റെ വേറൊരു കാര്യം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു പ്രവർത്തികൾ, ഒരു കുഞ്ഞു കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒത്തിരി വേദനകളുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒത്തിരി വേദനകൾ, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി വിഷയങ്ങളുണ്ടാവും. അപ്പൊ ഈ ഫൗസ്റ്റീനാമ്മയുടെ 1311 ഹണ്ണികയിൽ ഈശോ ഇങ്ങനെ ഫൗസ്റ്റീനാമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ കുഞ്ഞു കുഞ്ഞു വേദനകൾ, കുഞ്ഞു ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ നിന്റെ ജീവിതത്തിലോട്ട് വരുമ്പോൾ എന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നീ അതിനെ സ്നേഹിക്കുമ്പോൾ, നീ അതിനു വേണ്ടിയിട്ട് ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്റെ മഹാകരുണ, എന്റെ കൃപ ഞാൻ നിന്നിലേക്ക് ഒഴുക്കുന്നു. ഇതാ എനിക്ക് ശരിക്കും ഞാൻ പറയാ, ഈശോയുടെ സ്നേഹവും ഈശോയുടെ കരുണ അനുഭവിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനും പിന്നെ ഈശോയിൽ നിന്ന് വിട്ടുമാറാൻ പറ്റത്തില്ല. അതാണ് എനിക്ക് ഇങ്ങനെ ഈശോയുടെ ആ കരുണയെ കുറിച്ചുള്ള ഒരു ഇത് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഉണ്ടല്ലോ ഈ അൽഫോൻസ ചേച്ചി ഇങ്ങനെ സഹനത്തെ പറ്റി പറഞ്ഞപ്പോഴേ എനിക്ക് വായിക്കാൻ ഈയിടെ ദിവസം കിട്ടിയത് ഫൗസ്റ്റീനാമ്മയുടെ സഹനമാണേ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ സഹനമുള്ളവരാ. എന്നുവെച്ചാൽ ചെറുതും വലുതും ഒത്തിരി സഹനമുള്ളവരാ നമ്മൾ, ഒത്തിരി സഹനം. ചില പോയിന്റിൽ നമുക്ക് അറിയത്തില്ല ഈ സഹനം എന്നാ ചെയ്യണ്ടേ, എന്തിനാ എനിക്ക് മാത്രം ഈ സഹനം തന്നെയെന്ന് പലരും പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചു, ചിലപ്പോൾ ചില പനിയൊക്കെ വന്നാൽ മാത്രം നമ്മള് അത് കുഴപ്പമില്ല കുറച്ച്, പക്ഷെ കുറച്ച് വലിയ വലിയ കാര്യങ്ങൾ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പരാതി പറയും, ഭയങ്കരമായിട്ട് എന്താ പറയുക പുറകോർക്കും, നമ്മൾ ഭയങ്കരമായിട്ട് കുറ്റബോധവും ഒരു പ്രത്യാശ ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകും. അപ്പൊ ഈ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ ഒത്തിരി സഹനങ്ങൾ എന്ന് വെച്ചാൽ ഫൗസ്റ്റീനാമ്മയ്ക്ക് ഈ എലീന ചേച്ചി പറഞ്ഞ പോലെ തന്നെ പുറമേ കാണുമ്പോൾ ഒന്നും ഇല്ലെന്ന് തോന്നും, പക്ഷേ ഉള്ളിലുണ്ടല്ലോ 6 മാസം അടുപ്പിച്ച് ഒരു സെക്കൻഡ് പോലും സമാധാനം കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ ആത്മാവിന്റെ ഒരു അന്ധത എന്ന് പറയുന്ന സംഭവം വെച്ചാൽ ഒന്നിനും സമാധാനം ഇല്ല. ചിലപ്പോൾ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഫൗസ്റ്റീനാമ്മയ്ക്ക് എന്നുവെച്ചാൽ ഈ ബൈബിൾ വായിക്കുമ്പോൾ പോലും ഒന്നും തോന്നുന്നില്ല. നമ്മൾ വിചാരിക്കും ഇത്രയും വിശുദ്ധ ഒരാളാ, ബൈബിൾ വായിക്കുമ്പോൾ പോലും ഒന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് ഒന്നും തോന്നുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഫൗസ്റ്റീനാമ്മ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ പൂർണ്ണമായും അൽഫോൻസ് ചേച്ചി പറഞ്ഞ പോലെ ഈശോയുടെ കരുണയെ അങ്ങോട്ട് ആശ്രയിക്കുക, ഭയങ്കരമായിട്ട് കരുണയെ ആശ്രയിക്കുക. എന്നിട്ട് ഈ ഫൗസ്റ്റീനാമ്മയുടെ കാവൽമാലാക ഈ ശുദ്ധീകരണ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ അന്ന് തൊട്ട് ഈ ഫൗസ്റ്റീനാമ്മയ്ക്ക് എന്ത് ചെറിയ സാധനം വന്നാലും ഫൗസ്റ്റീന പറയുന്നത് അതിന്റെ ആത്മാവിന്റെ ആനന്ദമാണ്. എത്ര ശരി ആ ആത്മാക്കളെ നേടാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട്. അതായത് 773 ഖണ്ഡികയില് ഫൗസ്റ്റീനാമ്മ ഭയങ്കര രസമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് പനി നോക്കാനാ. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം അളക്കുന്ന തെർമോമീറ്റർ ആണ് ഈശോയുടെ എന്താ പറയാ ഈ സ്നേഹം ഈ സഹനങ്ങളെന്ന്. അതായത് ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് ഈശോയ്ക്ക് നീ ഇതെടുക്കണം, നീ ഇന്ന സാധനം എടുക്കണം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എന്ത് വന്നാലും ഇതെന്തിനു എനിക്ക് വന്നു പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളവർക്കാണ് ഈശോ ഒത്തിരി സഹനം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ സാധനം കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ നേരത്തെ ഒരു കൈയൊക്കെ പൊള്ളുവാണെങ്കിൽ ഞാൻ എന്റെ ദൈവമേ പണ്ടാരെ കൈ പൊള്ളിന്ന് പറഞ്ഞ് ഞാനിടുവാണ്, അല്ലെങ്കിൽ കാലൊക്കെ
നമുക്ക് ഏറ്റവും വേദന വരുന്ന സ്ഥലം കാലൊക്കെ ഇടിക്കുമ്പോൾ നമ്മൾ ഭയങ്കര വേദനയിട്ട് ഓടും. അപ്പൊ ഇപ്പൊ കൈയിട്ട് പൊള്ളി ഞാൻ അപ്പൊ ശുദ്ധീകരണാത്മാക്കള് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു നമ്മ ഇത്രയും കാലം നമ്മള് എടുത്ത വേദന വെറുതെ പ്രാഗി എന്തൊക്കെയോ കാണിച്ചു പോയി. പക്ഷെ ഇനി തൊട്ടുള്ള ഓരോ ഇന്ന് കുത്തുന്ന വേദന അല്ലെങ്കിൽ ഇങ്ങനെ പൊള്ളുന്ന വേദന ഇതൊക്കെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഇഷ്ടം മതി. നമ്മള് ഈ ശാരീരിച്ച് പറഞ്ഞ പോലെ കൊടുത്താൽ മതി ഈശോയെ ഈ വേദന, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല, ഈശോയെ ഈ വേദന അല്ലെങ്കിൽ ഈ ഒരു സഹനം, ഇത് കൊടുത്താൽ മതി. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ഈശോ സഹനം തന്നോണ്ടിരിക്കും. സുഖമൊന്നും തരില്ല, പക്ഷെ സഹനം തന്നോണ്ടിരിക്കും. പക്ഷെ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ നമുക്ക് ഈ എന്തായാലും നിങ്ങൾ ഈ കരുണയുടെ ഈ ഒരു പുസ്തകം വായിക്കണം. അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ ധ്യാനത്തിനൊക്കെ വന്ന കാരണം ഉണ്ടല്ലോ, നമുക്ക് ഒത്തിരി സഹനങ്ങൾ നമുക്ക് ചിലപ്പോൾ നമുക്കൊരു ഉത്തരവായിരിക്കും. നമ്മുടെ സഹനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനൊരു ഉത്തരവായിരിക്കും എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഞാൻ എൻ്റെ ഒരു സാധനം പറയാവേ. ഞാൻ ഇതിപ്പോ എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം സെഷൻ എടുക്കുന്നുണ്ട്, അപ്പൊ അത് എനിക്കും തന്നിട്ടുണ്ട് ടോപ്പിക്ക്. അപ്പൊ ഞാൻ ഇതിങ്ങനെ പോകുന്നു, വേറെ GCUത്തിന് പരിപാടിയുണ്ട്, അങ്ങനെ കുറെ പരിപാടിയുണ്ട്, ഇതുമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ശുശ്രൂഷകളുണ്ട്, കുറെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് കാലമായിട്ട് ഞാന് ഇപ്പം എനിക്ക് മെല്ലെ മെല്ലെ പണ്ട് ഞാൻ ദിവ്യാനത്തിൽ പോകുമ്പോ വെച്ചാൽ ഞാനിങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഈശോയെ ക്ലോസ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പൊ ഞാൻ ഈശോയെ ക്ലോസ് ചെയ്തിട്ട് പോകുന്നുള്ളത് കൊണ്ട് ഫുഡ് കഴിക്കാൻ സമയത്ത് ഈശോയെ കണ്ടിട്ടൊക്കെ പോകണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ ഈശോയെ കാണാതെ ഇറങ്ങി വരത്തില്ല. ഈശോയെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈശോയെ കണ്ടിട്ടേ പോവുള്ളൂ. എപ്പോഴും ഈ സാധനം അങ്ങ് പോയി. എന്നുവെച്ചാ ഞാൻ മെല്ലെ മെല്ലെ ഈശോയെ മൈൻഡ് ചെയ്യാണ്ടായേ. എന്നുവെച്ചാ ഈശോയോടുള്ള സ്നേഹം കുറഞ്ഞു വരാൻ തുടങ്ങി. കുറെ ശുശ്രൂഷകൾ ചെയ്യുന്നു, കുറെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. മെല്ലെ മെല്ലെ ഈ സാധനങ്ങൾ കുറഞ്ഞു. ജപമാല ഇല്ലുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഈ സ്നേഹം ഇങ്ങനെ അങ്ങ് പോകാൻ തുടങ്ങിയേ. സ്നേഹം അങ്ങ് കുറഞ്ഞു പോകാൻ തുടങ്ങി. അപ്പൊ ഞാന് നോമ്പെടുത്തു. സ്നാക്കിന് നോമ്പെടുത്തു. 50 നോമ്പാണല്ലോ. അപ്പൊ എനിക്ക് ഈ സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര കൊതിയാ. ഒരു കടയിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കട മൊത്തം തിന്നാൻ തോന്നും. അതുപോലെ എനിക്കിങ്ങനെ ഭയങ്കര കൊതിയാണേ. അപ്പൊ ഒരു ദിവസം ഞാൻ കട കയറിയപ്പോ എനിക്ക് ഭയങ്കര കൊതി വന്നു. അപ്പൊ ഇത് ശരിയല്ല, എനിക്ക് ഭയങ്കര ഈ മണം അടിക്കുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇത് അങ്ങ് പ്രശ്നം വരുവാ, ഭയങ്കര അസ്വസ്ഥത വരുവാ. അപ്പം ഇത് എനിക്ക് മനസ്സിലായി, ഇത് ശരിയല്ല, ഇത് ഉപേക്ഷിച്ച് പറ്റുള്ളൂ. ആ നോമ്പിന്റെ സമയം. അപ്പം സ്നാക്ക് നോമ്പെടുക്കാൻ തീരുമാനിക്കുക. എന്നിട്ട് സ്നാക്ക് നോമ്പെടുക്കുന്ന അങ്ങനെ പോകുന്ന 1-2 ദിവസമൊക്കെ എടുത്തു. മനുഷ്യന് ജീവൻ പോകുന്ന വിഷമാണേ. ഒരു ദിവസം 2 ദിവസമൊക്കെ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും കഴിക്കാണ്ടിരിക്കും. എന്നിട്ട് അങ്ങനെ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ സ്നേഹം കുറഞ്ഞു വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഞാനിത് അറിയുന്നില്ല. ഞാൻ ഈശോയെ പക്ഷെ ഈശോയുടെ അടുത്ത് പിന്നെ പോകുന്നതൊക്കെ ഭയങ്കര കുറഞ്ഞു. അല്ലാണ്ട് ശുശ്രൂഷകളൊക്കെ ചെയ്തു പോവാ, ഒരുമാതിരി അങ്ങനെ പോവായിരുന്നേ. അങ്ങനെ ഇരിക്കും. അങ്ങനെ ഈ സ്നാക്കിന്റെ നോമ്പ് പൊട്ടി. ഒന്നാമത്തെ നോമ്പ് പൊട്ടി. അപ്പൊ പിന്നെ അടുത്ത് എനിക്കത് മുട്ടായി ഞാൻ നോമ്പെടുത്തില്ല. അപ്പൊ ഞാൻ മുട്ടായി നോമ്പെടുത്തില്ല, സ്നാക്ക് നോമ്പെടുത്തില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് മുട്ടായി ഒക്കെ എല്ലാം കൂടെ വരുവാ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല ഇത് സ്നാക്ക് ആണല്ലോ എന്ന്. അപ്പൊ ഞാൻ അതൊക്കെ കഴിക്കുവാ. പിന്നെയാണത് മനസ്സിലായത് സ്നാക്ക് ആണല്ലോ, കഴിക്കാണ്ടിരിക്കണല്ലോ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ അത് പോയി. പിന്നെ അടുത്ത കഴിച്ചു. പിന്നെ ഏതോ ഒരു ഇത് വന്നപ്പം പല സാഹചര്യങ്ങളായിട്ട് ഇതിങ്ങനെ പൊട്ടി പോവാ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പപ്സൊക്കെ ഇങ്ങനെ കടിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഈശോയെ വഞ്ചിക്കുവാണല്ലോ. ഞാൻ എന്നിട്ടും കടിക്കുമായിരുന്നു. അതുപോലെ ഞാനിങ്ങനെ സ്നേഹം കുറഞ്ഞു പോയേ. എനിക്ക് അപ്പൊ ഇങ്ങനെ സ്നേഹം കുറഞ്ഞു പോകുന്നോണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നേ. ഈശോയോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെയല്ല, ഭയങ്കര സ്നേഹം ഇതാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് സ്നേഹം കുറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നന്മമരത്തിന്റെ നമുക്ക് ഈ സൺഡേ മീറ്റിംഗ് ഉണ്ടല്ലോ, ഇതിനൊരു പ്രിപ്പറേഷൻ മീറ്റിംഗ് ഉണ്ട്. ഈ പ്രിപ്പറേഷൻ മീറ്റിംഗ് അപ്പൊ ഇത് കയ്യിലെ ടോപ്പിക് ഒക്കെ ഉണ്ട്, പറയുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഡയറി എടുത്ത് വായിക്കുന്നതിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സാധനങ്ങളും വായിച്ചു പോകുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ കയറുന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ സ്നേഹം അങ്ങ് പോയായിരുന്നു, സ്നേഹം നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഡയറിയിൽ ഈ സാധനം കേൾക്കുന്നേ. അതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗമാണേ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാരുണ്യവാനായ ദൈവവും പാപിയായ ഒരു ആത്മാവും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഈശോ ഇങ്ങനെ പാപി ആത്മാവിനോട് പറയുന്ന ഒരു സാധനം, നീ എന്റെ അടുത്തേക്ക് വരത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ തന്നെ നിന്റെ അടുത്തേക്ക് വരുവാ. ഞാൻ തന്നെ നിന്റെ അടുത്തേക്ക് വരുവാ. നീ എന്റെ അടുത്തേക്ക് വരത്തില്ലെന്ന് എനിക്കറിയാം, ഞാൻ തന്നെ നിന്റെ അടുത്തേക്ക് വരുവാ. നീ ഒരിക്കലും എന്നിൽ നിന്ന് ഓടിപ്പോരുതെന്ന്. ഞാൻ എല്ലാം ഇങ്ങനെ ഈശോയെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ എല്ലാം ഇങ്ങനെ മാറ്റി വിടുവായിരുന്നേ.
അപ്പൊ ഇതിന്റെ അതുകൂടെ ഈശോ എന്നോട് പറയുവാ, നീ ഓടിപ്പോരുത്, നീ എന്റെ അടുത്ത് വരില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്നിട്ട് നിന്റെ അടുത്തേക്ക് വരുവാന്നൊക്കെ പറയും. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ അത് പറയുന്ന ഒരു സാധനമാണ്, എന്റെ ഹൃദയത്തിൽ ആഴമായ ഒരു മുറിവ് പോലെ നിന്നെ ഞാൻ കുത്തി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഈ സാധനം ഇതൊക്കെ വായിക്കുന്നു, ഇത് ഇങ്ങനെ ഉള്ളിങ്ങനെ കേറുവാണേ, അടുത്തിങ്ങനെ കേറുക. ഞാനിങ്ങനെ മനസ്സിലോട്ട് ഈ കരുണ ഇങ്ങനെ കേറുക. എനിക്കന്ന് ഞാൻ എന്റെ ദൈവമേ, ഞാൻ അന്ന് ഈ പറഞ്ഞ മുഴുവൻ കരുണയുടെ സാധനം നിങ്ങൾ ഇപ്പൊ പറഞ്ഞ എല്ലാവരും അന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം കൂടെ എങ്ങനെ കേൾക്കുക, കരുണയുടെ സാധനങ്ങൾ മുഴുവൻ ഇങ്ങനെ കേൾക്കും. എന്റെ ചങ്ക് ഇങ്ങനെ പിടയുമായിരുന്നേ. ഞാൻ അന്ന് കിടന്ന് 4 മണിക്കാ. ഞാൻ അന്ന് അത്രയും നേരം ഇരുന്ന് കരയുമായിരുന്നു. എനിക്കറിയത്തില്ല, ഈശോയുടെ കരുണ ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുക, എനിക്ക് മനസ്സിലാവുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഞാന് നിങ്ങൾക്ക് ഇപ്പൊ ഇതിൻ്റെ അകത്തൊരു കാര്യം പറയണേ. ഫൗസ്റ്റീനാമ്മ പറയുന്ന ഒരു കാര്യമുണ്ടേ, ഇങ്ങനെ ഞാനിത് എഴുതുമ്പോൾ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ഒറ്റയിടുന്നുണ്ടെന്നേ. പിശാചിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് നമ്മൾ ഈശോയുടെ കരുണ അറിയുന്നതേ. ഇതിങ്ങനെ പറയുന്നത്, അവന് ദൈവ കരുണ സഹിക്കാൻ സാധ്യമല്ല. എന്റെ മുറിയിലെ സാധനങ്ങളെല്ലാം അവൻ തട്ടിമുട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തി വളരെയധികം അനുഭവിക്കുന്നതിനാൽ ഇതൊന്നും എന്നെ ശല്യപ്പെടുത്തുന്നില്ലെന്ന്. ഇങ്ങനെ ദൈവത്തിന്റെ കരുണ അത്രയും അനുഭവിക്കാൻ പറ്റിയതുകൊണ്ടാ ഫൗസ്റ്റീനാമ്മയ്ക്ക് ഇത് ഇങ്ങനെ പോകാൻ പറ്റിയതേ. നമ്മളിത് അനുഭവിക്കണം. ഈ അനുഭവിക്കാന്നുള്ളതാണ്. നമ്മൾ ഈ ചിലപ്പോൾ കുറെ കേൾക്കുമായിരിക്കും, കരുണയാണ് ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാ, എനിക്ക് കരുണ അറിയത്തില്ല, ഈശോയുടെ കരുണ എനിക്ക് അറിയത്തില്ലെന്നേ. ഈശോയുടെ കരുണ എനിക്ക് അറിയത്തില്ല ഞാൻ പണ്ട് പറഞ്ഞോണ്ടിരുന്ന. ഇപ്പത്തെ സ്ഥാനത്തിൽ നമുക്ക് ഞാൻ ഓർക്കുന്നത്, എനിക്ക് വേണ്ടി ഈശോ കൊണ്ടുവന്നായി 33 ദിവസം നമുക്ക് കരുണ അനുഭവിക്കാൻ വേണ്ടി ഈശോ ആയിട്ട് കൊണ്ടു തന്നേക്കുന്നതാണേ. അപ്പൊ നമ്മള് ഇത് കേൾക്കുമ്പോഴേ ഇതിന്റെ ഉള്ളിലുള്ള ഈ സാധനങ്ങളൊന്നും അറിയുള്ളൂ. നമ്മൾ കരുണയെ പറ്റി അറിഞ്ഞാലല്ലേ കരുണ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കരുണ അറിയാത്ത ആളെങ്ങനെയാ? അപ്പം ഇത് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് ഫൗസ്റ്റീനാമ്മ നമുക്ക് കരുണ പറഞ്ഞു തരാൻ വേണ്ടിട്ടാ. അപ്പം ഇത് മുഴുവൻ ഈ 33 ദിവസവും ഈ കരുണയെ പറ്റിയാ പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള മുഴുവൻ കാര്യങ്ങളും പറയും. നമ്മൾ ധ്യാനം നടത്തും, നൊവേന കൂടും, അങ്ങനെ ഇത് മുഴുവൻ ഇങ്ങനെ നമ്മൾ വാരി സ്വീകരിക്കാൻ പോവാ, പുണരാൻ പോവാ, അനുഭവിക്കാൻ പോവാ. ഉറപ്പായിട്ടും ഇപ്പൊ നിങ്ങൾ മിസ്സാക്കരുത്, ഉറപ്പായിട്ടും ഇത് കൂടണം. കരുണ അനുഭവിക്കാതെ നമ്മള് പോരുത്, ഭൂമിയിൽ നിന്ന് പോരുതേ. എനിക്ക് ഈ കാര്യങ്ങൾ എന്നോട് പറയാനുള്ളത്. കുഞ്ഞാര്യം പറയാവേ, പ്രീവിയസ് വീക്ക് നടന്നൊരു കാര്യമാണ്. കർത്താവൻ ഈശോയുടെ കരുണയെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ എല്ലാ ദിവസവും ഇത് തന്നെ, കരുണയിലാണ് ജീവിക്കുന്നത് മുഴുവനെ. പക്ഷെ റീസെന്റ് നടന്നൊരു സാധനം പറയാം. ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച മുഴുവനായിട്ടും എനിക്കിങ്ങനെ ഓരോ സഹനങ്ങളായിട്ട് ഇങ്ങനെ വരുവാണേ. പീപ്പിളിൽ നിന്നാ സഹനങ്ങൾ. ഞാനാണെങ്കിൽ ഒരു പീപ്പിൾ പേഴ്സൺ ആണേ. ഞാനിങ്ങനെ എല്ലായിടത്തും ഓടി നടന്ന് സംസാരിക്കും. അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് ഇവർക്ക് എന്നോട് സ്നേഹമുള്ളതാണ്. പക്ഷെ പിന്നെ ഈശോ മനസ്സിലാക്കി തന്നു, ഈശോയുടെ സ്നേഹമാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി. ഓക്കെ ഫൈൻ, അപ്പൊ എനിക്ക് ഈശോയുടെ സ്നേഹമാണല്ലോ, ശരി. പക്ഷെ ഇപ്പൊ ഈ മനുഷ്യരിൽ നിന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന്, അല്ലെങ്കിൽ ഓഫീസിലെ കോ വർക്കേഴ്സിനൊക്കെ എനിക്കിങ്ങനെ ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എനിക്കാണെങ്കിൽ ദേഷ്യം വരുക, സങ്കടം വരുക. ഞാനിങ്ങനെ കംപ്ലൈന്റ് പറയാൻ തുടങ്ങി. കാണുന്നവരോടെല്ലാം ഞാൻ കംപ്ലൈന്റ് പറയാൻ തുടങ്ങി. ഇങ്ങനെ വൈൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇത് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ ഭയങ്കര വിഷമം വരാൻ തുടങ്ങി. കാരണം ഞാൻ എന്റെ ക്രോസസിനെ ക്യാരി ചെയ്യുമല്ലോ. കാരണം ഈ മൺഡേ നമുക്ക് പെനുവൽ കോർണറിന്റെ മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് അല്ല, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്. അവിടെ ഞങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത വചനം മാത്യു 16:24 ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, എനിക്ക് ക്രോസസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഈശോ. ഞാനിങ്ങനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഒത്തിരി വിഷമിച്ചിട്ട് ഞാൻ ഈശോടുത്ത് പോയി. കാരണം എനിക്ക് ഇത് ഈശോടുത്ത് തന്നെ പറഞ്ഞാൽ ഈശോയ്ക്ക് സൊല്യൂഷൻ ഉള്ളൂ. ഞാനിങ്ങനെ ഈശോടുത്ത് പോയപ്പോ ഞാൻ വചനം ഇങ്ങനെ തുറന്നപ്പോ എനിക്ക് കിട്ടത് Isaiah 66:13 അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്രത്യാശയൊക്കെ നിറയുക. ഓക്കെ, ഈശോ എന്റെ കൂടെയുണ്ട്. എന്നെ ഈ ഏരിയയിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ എനിക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബോധ്യം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ എന്നോട് തന്നെ ഫൊർഗീവ് ചെയ്യുന്ന പോലെ. ഞാൻ കുറച്ചു മുമ്പ് എന്നെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് ക്രോസസ് ക്യാരി ചെയ്യാൻ പറ്റുന്നില്ലോ ഈശോ എങ്ങനെയാ ഈശോ ഇത്രയും ക്രോസസ് എങ്ങനെയാ ഈശോ ക്യാരി ചെയ്തേ, എങ്ങനെയാ ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി ഈശോ എങ്ങനെയാ ഇത്ര സഹിച്ചതൊക്കെ ഈശോയോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്കൊരു ആൻസർ കിട്ടുന്നില്ലേ. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഡിവൈൻ മെർസിയുടെ ഈ ഫൗസ്റ്റീനാമ്മയുടെ ബുക്കിൽ നിന്ന് കിട്ടിയ, ഡയറിയിൽ നിന്ന് എനിക്ക് കിട്ടിയ പാരഗ്രാഫ് 1 to 9 പാരഗ്രാഫാണ്. അതിനകത്ത്
ഇതേ കാര്യം ഫസ്റ്റിനമ്മ പറയുന്നുണ്ട്. ഫസ്റ്റിനമ്മ ഇങ്ങനെ പ്രോമിസ് ചെയ്തു ഈശോടുത്ത്, ഈശോയെ ഞാൻ ഈ പാപം ചെയ്യത്തില്ല എന്ന്. പക്ഷെ അറിയാതെ അതിലേക്ക് പിന്നെ ഗിവൻ ചെയ്തു. എന്റെ അതേ സിറ്റുവേഷൻ പോലെ എനിക്ക് തോന്നി. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഈശോടത്ത് വന്ന് കരയുവാ. ഈശോടത്ത് ഇങ്ങനെ ചാപ്പിൽ ചെന്നിട്ട്, ഈശോ ഞാൻ നിന്നെ വഞ്ചിച്ചല്ലോ, അല്ലെങ്കിൽ ഞാൻ ചീറ്റ് ചെയ്തല്ലോ, ഈശോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്തല്ലോ. അപ്പൊ ഈശോ ഇങ്ങനെ ഓരോ ബോധ്യം കൊടുക്കുക ഫസ്റ്റിനമ്മയ്ക്ക്. ഇഫ് ഇറ്റ് ഹാഡൻ ബിൻ ഫോർ ദിസ് ഇംപെർഫെക്ഷൻ യു വുഡൻ ഹാവ് കം ടു മീ. എനിക്ക് ഈ ചെറിയ ഇംപെർഫെക്ഷൻ ഞാൻ തന്നില്ലായിരുന്നെങ്കിൽ നീ എന്റെ അടുക്കൽ വരത്തില്ലായിരുന്നു. നീ ഇങ്ങനെ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും നീ എന്റെ അടുത്ത് ഇങ്ങനെ ഹമ്പിൾ ആയിട്ട് വരുവാ. അപ്പം ഈശോ ഫൗസിനാമയെ നോക്കുമ്പോ ഈശോയ്ക്ക് അവിടെ സ്നേഹവും കരുണയും, അല്ലെങ്കിൽ കരുണയല്ലേ, സ്നേഹവും ഹ്യൂമിലിറ്റിയും മാത്രമേ കാണുന്നുള്ളൂ. അവിടെ അവള് ചെയ്ത പാപം കാണുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി, എനിക്കിത് വായിച്ചപ്പോ ഇങ്ങനെ തോന്നുന്നു, ഇത് എന്നോട് ഈശോ പറഞ്ഞു. ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. ആ ദിവസം തന്നെ എനിക്ക് ജീസസ് യൂത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നേ. അപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയർ റിക്വസ്റ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് തന്നപ്പോ ഞാൻ എഴുതിയ പ്രയർ റിക്വസ്റ്റ്, ഈശോയെ എനിക്ക് ക്രോസസ് കംപ്ലൈന്റ് ചെയ്യാതെ ക്യാരി ചെയ്യാനുള്ള കൃപ തരണേന്ന്. കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല. അത് എങ്ങനെ ഈശോ ചെയ്ത് എങ്ങനെയാ എനിക്ക് അറിയത്തില്ല. എനിക്ക് ആ കൃപ തരണേന്ന്. എന്നിട്ട് ഞാൻ പാസ് ചെയ്തു, ആ ബുക്ക് പാസ് ചെയ്തേ. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വേറൊരു പരിപാടിയുണ്ട്. ഈ ചിപ്സിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വേർഡിങ്സ് എഴുതി ഇങ്ങനെ പാസ് ചെയ്യും. അപ്പൊ എനിക്ക് കിട്ടിയ ചിറ്റ് ഇതായിരുന്നേ, ഐ ക്യാരിഡ് ദ ക്രോസ് ബിക്കോസ് ഐ ലവ് യു. അപ്പൊ ഞാൻ ഇങ്ങനെ ഈശോടുത്ത് എനിക്ക് ഇമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഈശോ ശരിക്കും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ ഞാൻ വീണു, പക്ഷെ ഞാൻ ഈശോയുടെ കരുണയിൽ ആശ്രയിച്ചു. ഈശോയോട് ഞാൻ പോയി നിന്ന് പറഞ്ഞു, ഈശോയെ സോറി, ഞാൻ ഇനി എനിക്ക് ഇത് ക്രോസ് വരുമ്പോൾ ഞാൻ കംപ്ലൈന്റ് ചെയ്യത്തില്ല. പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം എന്നെ പഠിപ്പിച്ചു തരാതെ എനിക്കിത് പറ്റത്തില്ല. ആര് പഠിപ്പിച്ചത് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈശോനോട് ഇങ്ങനെ സംസാരിക്കുന്നു, വചനത്തിലൂടെ സംസാരിച്ചു, മനുഷ്യരിലൂടെ സംസാരിച്ചു. ഇതാണ് എനിക്കിങ്ങനെ കരുണയെ കുറിച്ച് പറയുമ്പോ ഞാൻ പലപ്പോഴും പല കാര്യം ഈശോയോട് ചെയ്യത്തില്ല എന്ന് പറയും, പക്ഷെ ഞാൻ അത് തന്നെ ചെയ്യും. അപ്പൊ ഞാൻ അടുത്ത ദിവസം ഓടിപ്പോകും. എന്നിട്ട് ചാപ്പിൽ പോയി ഈശോയെ സോറി, ഈശോ ഇനി ഞാൻ ചെയ്യത്തില്ല. അപ്പം ഈശോ എനിക്ക് അവിടെ ഇങ്ങനെ സ്ട്രെങ്ത് തരുക, ഇനി ഇതിലേക്ക് വീഴാതിരിക്കാനുള്ള ഒരു ഗ്രേസ് തരുക. ഈ ഒരു കാര്യമാണ് ഈ കരുണയെ കുറിച്ച്. പിന്നെ ജീവിതം മുഴുവൻ കരുണയിലാണ് ജീവിക്കുന്നത്. വേറെ ഒരു കഴിവുമില്ല, കരുണയില. ഈശോ ഫോർഗിവ് ചെയ്യുന്നത് കൊണ്ട് മൂവ് ഫോർവേഡ്. അത്രേ ഉള്ളൂ. ഈശോയ്ക്ക് മഹത്വം. നമ്മൾ ഈ കൂട്ടായ്മയോട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ ഓരോരോ ആൾക്കാർ ഓരോരുത്തരും ഇങ്ങനെ ഹൃദയം കൊടുത്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓരോ ആൾക്കാരും ഇങ്ങനെ ഹൃദയം കൊടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ പറയുന്ന എല്ലാ ആൾക്കാരും ഇതിങ്ങനെ ഈ കരുണയെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പം അവർക്കുണ്ടായ കുറെ കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവരും. അപ്പം ഈ കൂട്ടായ്മയോട് നിങ്ങൾ ചേർന്ന് കേട്ടോ. ഒരു കാര്യം ഞാൻ അവന് പറയാവേ, ഇത് നിങ്ങളിങ്ങനെ കുറെ ഷെയറിങ്സ് കേൾക്കും. നിങ്ങൾ ഈ യാത്രയിൽ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ കഴിഞ്ഞ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നാളെ നമ്മളൊരു ചാപ്പലിൽ ജപമാലയൊക്കെ ചൊല്ലി, നാളെ ഫുൾ ടൈം ജപമാലയൊക്കെ ചൊല്ലി നാളെ കഴിഞ്ഞാണ് നമ്മുടെ ധ്യാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ധ്യാനം 3 ദിവസത്തെ നല്ല ഒരു മാസം ധ്യാനമാണ്. 3 ദിവസത്തെ ധ്യാനം, അത് കഴിഞ്ഞ് ഫോളോ അപ്പ് എല്ലാ ദിവസവും 1/2 മണിക്കൂർ വെച്ച് നമ്മൾ ഈ ഡയറി പഠിക്കുക ചെയ്യുന്നത്. ഒരു മാസം കഴിയുമ്പം ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ ഇപ്പൊ ഈ പിള്ളേർ പറയുന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞു പോകുന്നുണ്ടല്ലോ ഈശോയുടെ കരുണയെ കുറിച്ച് പറയാം. അതുപോലെ നിങ്ങൾ കരയും. ഈശോയുടെ കരുണയെ കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങൾ ഓരോരുത്തരും കരയും. അതുപോലെ അത്ര അഭിഷേകം ഈ ധ്യാനത്തിൽ ഉണ്ടാവും. അതോടൊപ്പം ഞാൻ പറഞ്ഞ കേട്ടോ, നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക കേട്ടോ. ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഒരുപാട് പേര് പറയാൻ വേണ്ടി ഇരിപ്പുണ്ട് ഉള്ളിൽ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തള്ളി ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളിനി പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് പോവാ. അപ്പം ഒരു കാര്യം ഞാൻ പറയുവാണേ, ഇപ്പൊ നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഇതിനും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഭയങ്കര രസമായിട്ട് നമ്മൾ ഈ വരും ദിവസങ്ങളിൽ കേൾക്കും. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് നമ്മൾ ഇന്ന് വന്ന് കണ്ണടച്ചിട്ട് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിൽ റെഡി ആവാം. ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിലോട്ട് ചിന്തിക്കാം. ഈ പറഞ്ഞ കാര്യം ഉള്ളിൽ കിടന്ന് കത്തണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിൽ കിടന്ന് കത്തണം. ഭയങ്കര ഒരു ദിവസങ്ങളിലേക്ക് നിങ്ങൾ പോവാണ്. ഇന്ന് തൊട്ട് ഞങ്ങളെല്ലാവരും പേഴ്സണലി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടായിരുന്നു, എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇട്ടായിരുന്നു. നമ്മളിനി ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ്. ഈ സമയത്ത് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് തയ്യാറാവാം. ഇപ്പൊ കേട്ട കാര്യം ഉള്ളിൽ കിടന്ന് കത്തണം. കരുണയ്ക്ക് വേണ്ടി ശരിക്കും ആഗ്രഹിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ജിയോനെ വിളിക്കാവേ. ജിയോ നമുക്ക് പ്രൈസ് ആൻഡ് ലീഡ് ചെയ്യുവേ. കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, ഈശോ സ്വീകരിക്കട്ടെ. നമുക്ക് ഈ ഒരു സമയം നമുക്ക് കർത്താവിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ മുഴുവനായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തു വയ്ക്കാം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണുകൾ അടയ്ക്കാവോ? എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച്
നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള എല്ലാ അവസ്ഥകളും നമുക്ക് ഈ ഒരു നിമിഷം ഈശോയ്ക്ക് കൊടുക്കാം. പൂർണ്ണമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് എടുത്തു വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ വിഷമങ്ങളും വേദനകളും നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥകളും എല്ലാറ്റിലും ഒരുപാട് ഈശോയെ സ്നേഹിക്കാൻ പറ്റാതെ പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി സമയം, സന്ദർഭങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഈശോയുടെ സന്നിധിയിൽ എടുത്തു വയ്ക്കാം. ഈശോയെ, അവിടുത്തെ വലിയ കരുണയും ഇടപെടലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ഈ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും, കുറ്റങ്ങളും, കുറവുകളും, നമ്മുടെ ബലഹീനതകളും, നമ്മളെ തകർക്കുന്നതായിട്ടുള്ള ജീവിതത്തിൻ്റെ പല പ്രീവിയസ് ഓർമ്മകളുണ്ടായിരിക്കും. എല്ലാം ഈ ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തു വെച്ച് നമുക്ക് ഈ ഒരു നിമിഷം ഒന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി. കണ്ണീരോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നീ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുകളടച്ച് നമുക്ക് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. കണ്ണുകളടച്ച് നമ്മുടെ ജീവിതം മുഴുവൻ ഒരിക്കൽ കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കർത്താവേ, നീ എന്നെ നോക്കണമേ, അങ്ങനെ കാണണമേ, എൻ്റെ ജീവിതം കാണണമേ. ഞാൻ ഈ ഭൂമിയിൽ വന്ന് വീഴുമ്പോൾ എൻ്റെ ഈശോയെ, അങ്ങേക്ക് എന്നെപ്പറ്റി ഒത്തിരിയധികം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഒരു പക്ഷേ നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു ഭാവിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെപ്പറ്റി ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ, ഈ ലോകസ്ഥാപനത്തിൻ്റെ മുൻപ് മുതൽ തന്നെ നമ്മുടെ മുഖം ഈശോയുടെ ഉള്ളിലുണ്ട്. ആ ഈശോയ്ക്ക് നമ്മളെപ്പറ്റി ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ ഈശോയെ കൂടുതലായിട്ടും എൻ്റെ ഈശോ അങ്ങോട്ട് ചേരാനായിട്ട്, അങ്ങയുടെ സ്വപ്നം എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കൃപ തരണമേ. പ്രാർത്ഥിക്കാം. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം, വിശുദ്ധിയിലുള്ളൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാം. കൃപകളിൽ നിറഞ്ഞുള്ളൊരു ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഓരോ നിമിഷവും എന്നെ ചേർത്ത് നിർത്തണമേ. അവിടുത്തെ തിരുഹൃദയത്തോടെ എന്നെ ചേർത്ത് നിർത്തണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. പാപത്തിൽ നിന്ന് ഓടി അകലാനുള്ള വലിയ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളിൽ നിന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയെ നമുക്ക് മനസ്സിലൊന്ന് ആരാധിക്കാം. മനസ്സിൽ അവിടുത്തെ സ്നേഹിക്കാം. അവിടുത്തെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയോടെ നീ നോക്കണമേ എന്നാഥാ എന്നേശുവേ. കൃപകളാൽ നിറയ്ക്കണമേ എന്നാഥാ എന്നേശുവേ. തിരുരക്തത്താൽ എന്നെ നീ കഴുകണമേ. എൻ പാപമെല്ലാം നീ മായ്ക്കണമേ. തിരുരക്തത്താൽ എന്നെ നീ കഴുകണമേ. എൻ പാപമെല്ലാം നീ മായ്ക്കണമേ. ആരാധന ആരാധന കരുണാമയനേ. ആരാധന 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 കരുണാമയനേ. ആരാധന. ഒരിക്കലും നമുക്ക് സ്തുതിക്കാം. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ എല്ലാവരും. യേശുവേ നന്ദി, സ്തുതിക്കുന്നു. യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നന്ദി. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണയോടെ നീ നോക്കണമേ എന്നാഥാ എന്നേശുവേ. കൃപകളാൽ എന്നെ നിറയ്ക്കണമേ എന്നാഥാ എന്നേശുവേ. തിരുരക്തത്താൽ എന്നെ നീ കഴുകണമേ. എൻ പാപമെല്ലാം നീ മായ്ക്കണമേ. തിരുരക്തത്താൽ എന്നെ നീ കഴുകണമേ. എൻ പാപമെല്ലാം നീ മായ്ക്കണമേ. ആരാധന ആരാധന കരുണാമയനേ. ആരാധന 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 കരുണാമയനേ. ആരാധന. കർത്താവേ, വലിയ കരുണ എൻ്റെ മേൽ വർഷിക്കണമേ. അവിടുത്തെ സ്നേഹത്തിലായിരിക്കാനായിട്ട് ഈശോയെ എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ അങ്ങയോട് ചേർത്ത് നിർത്തണമേ. എൻ്റെ ഈശോയെ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ മായച്ചു കളയണമേ. ഈശോയെ അറിഞ്ഞു അറിയാതെയും എൻ്റെ ഈശോയെ ജീവിതത്തിലൂടെ വന്നു പോകുന്ന ഒത്തിരിയധികം തെറ്റുകുറ്റങ്ങൾ എനിക്കുണ്ട്. ഈശോയെ അത് ഏതൊക്കെയെന്ന് ഓരോ നിമിഷവും ബോധപൂർവം ഞാൻ മനസ്സിലാക്കുവാനും ഈശോയെ അങ്ങനെ ഓരോ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഈശോയെ അങ്ങിൽ നിന്ന് ഞാൻ ഓടി അകന്നു പോവുകയാണ് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കി എൻ്റെ ഈശോയെ കൂടുതൽ വിശുദ്ധി ജീവിക്കാനുള്ളൊരു കൃപ എൻ്റെ ഈശോ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൽ നിറയണം എൻ്റെ ഈശോ. എനിക്ക് അവിടുത്തെ വചനത്താൽ നിറയണം എൻ്റെ ഈശോയെ. അവിടുത്തെ വചനം എൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ എൻ്റെ ഈശോയെ ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഈശോയെ ഞാൻ അങ്ങയുടെ വഴിയെ നടക്കും. പാപത്തിൽ നിന്ന് ഞാൻ ഓടിയകലും. പാപമാണ് എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിയാനുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ, ഒരു ബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ഈശോയെ അവിടുത്തെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. എല്ലാറ്റിനും ഉപരിയായിട്ട് അങ്ങനെ സ്നേഹിക്കാനുള്ള വലിയ കൃപ എനിക്ക് തരണമേ. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശ്വരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹമായി ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. സ്നേഹമായി ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും ഞാൻ സർവശക്തിയോടെ. എൻ ദൈവമേ, എൻ രക്ഷക, എൻ ദൈവമേ, എൻ രക്ഷക. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈശ്വരാധന. കർത്താവെ വലിയ കരുണ ഉണ്ടാകണമേ. ഈശോയെ വലിയ കരുണ എൻ്റെ മേൽ വർഷിക്കണമേ. എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും കർത്താവെ അവിടുത്തെ വലിയ കരുണ ചൊരിയണമേ. കൃപകളാൽ നിറയ്ക്കണമേ. വിശുദ്ധിയിൽ നിറയ്ക്കണമേ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാനുള്ളൊരു വലിയ കൃപ എനിക്ക് തരണമേ. ഓരോ നിമിഷവും അങ്ങിലേക്ക് അടുക്കാനുള്ളൊരു കൃപ എനിക്ക് തരണമേ. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ.
നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നമുക്ക് നെറ്റിയിൽ ഒരു കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.